ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ മുംബൈയിലെ എലിഫൻ്റ കേവ്സിലാണ്. എലിഫൻ്റ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന എലിഫൻ്റ കേവ്സിലാണുള്ളത്. താരാപുരി ഗുഹകൾ എന്നാണ് മറാത്തിയിൽ ഇത് അറിയപ്പെട്ടിരുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒന്നാണ് ഈ എലിഫൻ്റ കേവ്സ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുള്ള ഇവിടേക്ക് ബോട്ട് വഴിയാണ് ഞങ്ങൾ എത്തിയത്. ബോട്ടിലൂടെയുള്ള യാത്ര വളരെ രസകരമായിരുന്നു. ഉച്ചയ്ക്കൊരു ഏകദേശം 2 മണി ആയപ്പോഴാണ് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിയത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു ബോട്ടിലേക്ക് കയറി. ഒരാൾക്ക് 290 രൂപയാണ് ബോട്ടിംഗ് ചാർജായിട്ട് വരുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ഈ 290 രൂപ വരുന്നത്. മുംബൈയിലേക്ക് 1 ഡേ ട്രിപ്പ് വരുന്നവർക്ക് ഒരു നല്ല ഓപ്ഷനാണ് എലിഫൻ്റ കേവ്സ്. കാരണം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും, എലിഫൻ്റ കേവ്സും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറൈൻ ഡ്രൈവ് ഇവിടെ നിന്ന് അടുത്താണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് വളരെ അടുത്താണ് മറൈൻ ഡ്രൈവ്. ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ടോയ് ട്രെയിൻ കിട്ടും. കുറച്ച് ദൂരം നമുക്ക് ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാം. നടന്നിട്ടും പോകാം, നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന പോയിൻ്റ്. നമ്മൾ വന്നിറങ്ങിയ പ്ലേസ് ഇതാണ്. ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാം, ഫുഡും വെള്ളവും കാര്യങ്ങളൊക്കെ. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. കേവ്സിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഒരാൾക്ക് 5 രൂപയാണ് ചാർജ് വരുന്നത്. സ്റ്റുഡൻസിനാണെങ്കിൽ 1 രൂപയാണ്, ചിൽഡ്രൻസിനാണെങ്കിൽ 3 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കടകൾ കാണാൻ പറ്റും. ഇവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വിൽക്കുന്ന കടകൾ നിരവധി ഉണ്ടായിരുന്നു. ഞങ്ങളത് വെറുതെ നോക്കുക മാത്രമാണ് ചെയ്തത്, വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ അകത്ത് കയറിയപ്പോൾ കുറേ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഹോട്ടലൊന്നും ഉണ്ടാവില്ല എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ റെസ്റ്റോറൻറ്റ്, ഹോട്ടലുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു എൻട്രൻസിൻ്റെ അവിടെ തന്നെ. കുറച്ചുകൂടി അകത്തേക്ക് പോയപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന കടകൾ കണ്ടു. ഏകദേശം 200ഓളം സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ കേവ്സിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട്. നടന്നു പോകുന്ന വഴിയുടെ ഇരുവശത്തും നിരവധി ഹോട്ടലുകളും കടകളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ 200 സ്റ്റെപ്പ് കയറിയത് അത്ര അറിഞ്ഞില്ല. ടോട്ടി ബാഗുകൾ വിൽക്കുന്ന കടകൾ, അതുപോലെ തന്നെ ഈ കടലിൽ നിന്നുള്ള മുത്തുകളും കല്ലുകളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. ഇതൊക്കെ കടലിൽ നിന്നെടുത്തിട്ടുള്ള കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് അവർ പറഞ്ഞത്. ഒരുപാട് തരത്തിലുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു. कितना है? ഇത് ഇവിടുത്തെ സോണിൻ്റെ അകത്ത് ഇത്രയും ക്രിസ്റ്റലായിട്ടുള്ള നല്ല വിലയുള്ള കല്ലുകളായതുകൊണ്ട് അത് വെറുതെ നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെയും നമ്മൾ മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ കുറേ നടന്ന് നമ്മൾ എലിഫൻ്റ കേവ്സിലെത്തി. ഇവിടെ വേൾഡ് ഹെറിറ്റേജ് മോണുമെൻ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുരങ്ങന്മാരുടെ ശല്യം ഉള്ളതുകൊണ്ട് ഫോണും ബാഗും മുറുക്കെ പിടിച്ചായിരുന്നു നടന്നത്. എലിഫൻറ്റിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിന് എലിഫൻ്റ കേവ്സ് എന്ന പേര് വന്നതെന്ന് തോന്നുന്നു. ഈ മഴക്കാലത്ത് നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് എലിഫൻ്റ കേവ്സ് എന്ന് തോന്നി. ഞങ്ങൾ വന്ന സമയം ഉച്ചയായതിനാൽ വളരെ കുറച്ച് സമയം മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. കേവ്സിൻ്റെ കഥകളെക്കുറിച്ചും ഓരോ കേവ്സിനകത്തുള്ള പ്രതിഷ്ഠകളെക്കുറിച്ചും അവിടെവിടെയായി ആർക്കിയോളജിക്കൽ സർവേയുടെ നോട്ട്സ് ഉണ്ടായിരുന്നു.
ഇതിൻ്റെ മെയിൻ ഹാളിൽ ശിവൻ്റെ പ്രതിമയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അമ്പലങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇതുപോലത്തെ പ്രതിമകൾ ഓരോ ഗുഹയുടെ അകത്തും ഉണ്ടായിരുന്നു. അഗ്രഹാരപുരി എന്നായിരുന്നു ഇതിൻ്റെ പഴയ നാമം. ഇത് പിന്നീട് ലോപിച്ചാണ് ഗാരാപുരി ആയത്. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം അവരിതിന് എലിഫൻ്റ ഗുഹകൾ എന്ന് പേര് കൊടുത്തു. അവർ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം നശിപ്പിച്ചതും. ഏകദേശം 6000 ചതുരശ്ര അടിയോളം ഈ ക്ഷേത്ര സമുച്ചയത്തിന് വിസ്തീർണമുണ്ട്. ഒരു പ്രധാന അറയിൽ 2 വശങ്ങളിലെ അറകളും അങ്കണങ്ങളും ചെറിയ അമ്പലങ്ങളും അടങ്ങിയതാണ് ഈ ക്ഷേത്ര സമുച്ചയം എന്ന് പറയുന്നത്. ഒരു മെയിൻ ഹാളും കിഴക്കേ വിഭാഗവും തെക്ക് വിഭാഗവുമാണ് ഉള്ളത്. മെയിൻ ഹാളിലാണ് ശിവൻ്റെ വലിയ ശിവലിംഗം കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് കയറി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മഴക്കാലമായതിനാൽ ഒരു പ്രത്യേകതരം തണുപ്പും കാറ്റും ഈ സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിന് വളരെയധികം കുളിർമ തോന്നിയ ഒരിടമാണ് ഇത്. ഗുഹയ്ക്കകത്തുള്ള ശില്പങ്ങളുടെ കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ അവർ കമ്പി കെട്ടി ഉറപ്പിച്ചു വെച്ചതായിട്ടും കണ്ടു. ഇവിടെ പ്രധാനമായും 7 ഗുഹകളാണുള്ളത്. അതിൽ 5 എണ്ണം പടിഞ്ഞാറൻ കുന്നിലും 2 എണ്ണം കുന്നിൻ്റെ കിഴക്കൻ മുകളിലുമാണുള്ളത്. ഈ 5 ഗുഹകളിൽ ഏറ്റവും വലുത് ശിവൻ്റെ വിവിധ രൂപങ്ങൾ മാത്രം കൊത്തിയെടുത്തതാണ്. ഇത് ത്രിമൂർത്തി ഗുഹ എന്നറിയപ്പെടുന്നു. വടക്കോട്ട് അഭിമുഖമായിട്ടാണ് ഈ ഗുഹ നിൽക്കുന്നത്. ഇതിനകത്തുള്ള പ്രധാന ഹാളിലെ ശിവക്ഷേത്രം ചതുരാകൃതിയിലാണ്. 4 പ്രവേശന കവാടങ്ങൾക്ക് ഇരുവശത്തുമായി 8 വാതിൽ കാവൽക്കാരുണ്ട്. വലിയ ഹാളിന് 4 കോണുകളിൽ യോഗേശ്വരൻ, രാവണാനുഗ്രഹം, ശിവപാർവതി, അർദ്ധനാരീശ്വരൻ, മഹേശമൂർത്തി, ഗംഗാധരൻ, കല്യാണസുന്ദരമൂർത്തി, അന്ധകാസുരവധ, നടരാജശിവൻ എന്നിവയുൾപ്പെടെ മനോഹരമായി കൊത്തിയെടുത്ത 9 ശിവ പാനലുകളുണ്ട്. ഇവിടെ അവിടവിടങ്ങളായി എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഗുഹയിൽ നിന്നിറങ്ങി ഞങ്ങൾ അടുത്ത ഗുഹയിലേക്ക് നടന്നു. കുറേ പുരാണങ്ങളും കഥകളും കേട്ട് മുകളിലെത്തിയപ്പോൾ ഒരു ചായക്കട കണ്ടു. പുറത്ത് നല്ല മഴയുള്ളത് കൊണ്ട് ഞങ്ങൾ ആ കടയിലേക്ക് കയറി നിന്നു. ഇവിടുത്തെ കടകളിലുള്ളവരൊക്കെ ഇവിടുത്തെ കാടുകളിൽ താമസിക്കുന്ന ആൾക്കാരാണെന്നാണ് അവർ പറഞ്ഞത്. ചായ കുടിച്ച് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും മഴ പെയ്തു. അപ്പോൾ അടുത്ത് കണ്ട ഗുഹയിലേക്ക് കയറി നിന്നു. ये सामने बाजू में वो तो वो जैन पीटी है। रास्ता कहाँ से फिर इसके लिए? वो बाहर है। मतलब जंगल से जाना पड़ेगा? नहीं ये सामने अच्छा, रोड बना रोड बना हुआ है। थैंक यू। ये लाइए आप लोग फोटो। ഗുഹകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്താണ് മറ്റൊരു വഴി കണ്ണിൽപ്പെട്ടത്. അധികം ആരും ആ വഴിയിലൂടെ പോകുന്നുണ്ടായിരുന്നില്ല. 2 കുട്ടികളും അവരുടെ ഫാമിലിയും മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അവരാണെങ്കിൽ പകുതി വഴി എത്തിയപ്പോൾ തന്നെ
തിരിച്ചുപോയി. 6 മണിക്കാണ് അവസാനത്തെ ബോട്ട് എടുക്കുന്നത്. ഇവിടെ നിന്ന് തിരിച്ചു പോകാനാണെങ്കിൽ 200 സ്റ്റെപ്പ് നമുക്ക് തിരിച്ചിറങ്ങേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ, മുകളിലുള്ള കുന്നുകൂടി കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും കയറാൻ ആരംഭിച്ചു. കാനോൺ ഹിൽ എന്നാണ് ഇതറിയപ്പെട്ടത്. ഇവിടെ 2 കാനോണുകളാണ് കാണാനുള്ളത്. ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ് ഈ കാനോണുകൾ. 15 മിനിറ്റോളം എടുത്തു മുകളിൽ എത്താൻ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ 2 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സമയം 5:15. 6 മണിക്ക് അവസാനത്തെ ബോട്ടും. എത്രയും പെട്ടെന്ന് മുകളിലെത്തുകയെന്ന് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെ നടന്ന് ഒന്നാമത്തെ കാനോൺ കണ്ടു. കാനോൺ കണ്ടപ്പോൾ മനസ്സിലൊരു സമാധാനം. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് നോക്കിയപ്പോൾ അടിപൊളി വ്യൂ പോയിന്റ് കാണാൻ പറ്റുമായിരുന്നു. അവിടുന്ന് കുറച്ചുകൂടി മുകളിലേക്ക് നടന്നപ്പോൾ രണ്ടാമത്തെ കാനോൺ കണ്ടു. ഏകദേശം തുരുമ്പ് പിടിച്ച് ദ്രവിച്ച അവസ്ഥയിലായിരുന്നു കാനോൺ. പക്ഷേ അവിടുത്തെ വ്യൂ അതൊരു ഒന്നൊന്നര വ്യൂ ആയിരുന്നു. സമയം 5:45 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടതായിരുന്നു. തിരിച്ചുള്ള ഇറക്കത്തിൽ ഞങ്ങളൊന്നും കണ്ടില്ല. അവസാനത്തെ ബോട്ടും വിട്ട് അവിടുത്തെ ഐലൻഡിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങളുടെ 2 പേരുടെയും മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷെ താഴെയുള്ള കടകളിൽ ആരോ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ബോട്ടും ട്രെയിനും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് ടോയ് ട്രെയിൻ വഴി പോകാതെ നടന്നു പോകാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ വളരെ വൈകിയതിനാൽ ഞങ്ങൾ ടോയ് ട്രെയിൻ തന്നെ പിടിച്ചു. ആ 200 സ്റ്റെപ്പുകൾ ഇറങ്ങിയത് അറിഞ്ഞതേയില്ല. ഒന്നൊന്നര ഓട്ടമായിരുന്നു. ശരിക്കും ആ തിരിച്ചുള്ള ഇറക്കമായിരുന്നു അഡ്വഞ്ചർ എന്ന് പറയുന്നത്. ടോയ് ട്രെയിൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഏകദേശം കടകളൊക്കെ പൂട്ടി. തിരിച്ചുള്ള ഇറക്കത്തിൽ ഷോപ്പിംഗ് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയതാണ്. പക്ഷെ അത് നടന്നില്ല. അവസാനത്തെ ആ ബോട്ടാണ് അവിടെ നിൽക്കുന്നത്. 6 മണിയുടെ ലാസ്റ്റ് ബോട്ട്. തിരിച്ചു വരുമ്പോൾ പോയതിനേക്കാളും ശക്തിയായിരുന്നു തിരകൾക്ക്. ബോട്ട് മുങ്ങിപ്പോകുമോ എന്നുവരെ പേടിച്ചുപോയി. അമ്മാതിരി തിരകളായിരുന്നു. തിരിച്ച് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇറങ്ങിയപ്പോൾ നിറയെ ലൈറ്റുകളൊക്കെയായി താജ് ഹോട്ടൽ ഒരു കൊട്ടാരം പോലെ തോന്നിപ്പിച്ചു. ഇവിടെ നിന്ന് തിരിച്ച് CSMT റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കാമെന്ന് തീരുമാനിച്ചു.
റെയിൽവേ സ്റ്റേഷൻ എത്താറായപ്പോൾ ആൾക്കാരൊക്കെ നടു റോട്ടിൽ ഡാൻസ് കളിക്കുന്നത് കണ്ടു. കല്യാണമാണെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇത് മറ്റെന്തോ ആണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുണ്ടായ കടയിലേക്ക് കയറി വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. ഡോക്ലിയാണ് ഞങ്ങൾ വാങ്ങിയത്. ഫുഡും കഴിച്ച് പാട്ടും ഡാൻസൊക്കെ കണ്ട് നടന്നപ്പോൾ അവസാനം സെൻട്രൽ ലൈബ്രറി എത്തി. സെൻട്രൽ ലൈബ്രറി എത്തിയപ്പോൾ അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. കുറേ പേര് അവിടുത്തെ സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കയറിയിരുന്നു. കാറ്റും കൊണ്ട് അവിടെ ഇരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ നടന്ന് റെയിൽവേ സ്റ്റേഷനെത്തി. സ്റ്റേഷൻ എത്താറായപ്പോൾ കുറേ ഫുഡ് സ്പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി വയറ് ഫുള്ളായതുകൊണ്ട് കൂടുതലൊന്നും കഴിച്ചില്ല. ഈ പ്ലേസിൻ്റെ പേരെന്താ? ആകാശം. राइस है, नूडल बिरयानी, बोलो भाई चिकन राइस है, बिरयानी है, എനിക്കും അതിനെ ഓർമ്മ नूडल्स है। जब से आ रहे हैं കഴിഞ്ഞു. ഇത് ഏത് ടർമ്മ? ഓക്കെ. ചൈത്ര ഞങ്ങൾ ഓൾറെഡി UTS ഉപയോഗിച്ച് ട്രെയിനിൽ ടിക്കറ്റ് ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ UTS ഉപയോഗിച്ച് ഇവിടെ സ്കാനർ അവൈലബിൾ ആയിരിക്കും. അത് സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ടിക്കറ്റ് എടുക്കുമ്പോഴുള്ള ആ വലിയ ക്യൂ നമുക്കിങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.